അപ്പോൾ മൾട്ടിപ്പിൾ കാൻഡിൽസ്റ്റിക് പാറ്റേൺസിനെ പറ്റി പഠിക്കുന്ന ഈ ഒരു വീഡിയോയിലേക്ക്, ഈ ഒരു പ്രസന്റേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കറിയാം സാധാരണ പോലത്തെ ഒരു ഇൻട്രോയും ഓപ്പണിംഗും അല്ല. അത് കഴിഞ്ഞ 1-2 വീഡിയോസിൽ പലരും പറയുന്നുണ്ടായിരുന്നു എല്ലാ വീഡിയോയിലും ഇൻട്രോ ഒരുപോലെയാണ്, മോണോട്ടോണസ് ആകുന്നുണ്ട്, ബോറിംഗ് ആകുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന മൾട്ടിപ്പിൾ കാൻഡിൽസ്റ്റിക് പാറ്റേൺസിനെ പറ്റിയാണ്. സിംഗിൾ കാൻഡിൽസ്റ്റിക് പാറ്റേൺസ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇന്ന് മൾട്ടിപ്പിൾ കാൻഡിൽസ്റ്റിക് പാറ്റേൺസ് പഠിക്കാം. എപ്പോഴത്തെ പോലെയും ആദ്യം ഒരു ഡിസ്ക്ലോഷർ ആണ്. ഇത് ഒരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല, നമ്മൾ പഠിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കാൻഡിൽസ്റ്റിക് എന്താണെന്നും അതിന്റെ ടൈപ്സ് എന്താണെന്നും അതിന്റെ ഉപയോഗങ്ങൾ എന്താണെന്നും അത് ഉപയോഗിച്ച് എങ്ങനെ അനലൈസ് ചെയ്യാമെന്നും എല്ലാം നമ്മളൊരു വീഡിയോയിൽ പഠിച്ചതാണ്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. അതിൽ നമ്മൾ കാൻഡിൽസ്റ്റിക് എന്താണെന്നും സിംഗിൾ കാൻഡിൽസ്റ്റിക് പാറ്റേൺസ് കണ്ടോ, മറുബോസു, ദോജി, സ്പിന്നിംഗ് ടോസ്, പേപ്പർ അംബ്രല്ല, ഇതെല്ലാം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അവിടെ നമ്മൾ എന്താണ് ചെയ്തത്? ഒരു കാൻഡിൽസ്റ്റിക്കിലേക്ക് നോക്കിയിട്ട് അതിന്റെ ഒരു സ്റ്റൈലിലേക്ക് നോക്കിയിട്ട് നമ്മൾ അനലൈസ് ചെയ്തു, എന്തായിരിക്കും ട്രെൻഡ് എന്ന് അനലൈസ് ചെയ്തു. എന്നാൽ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ മൾട്ടിപ്പിൾ കാൻഡിൽസ്റ്റിക്സിലേക്ക് പോകുന്നു. ഈ ഒരു ഭാഗം വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇൻ എ സിംഗിൾ കാൻഡിൽസ്റ്റിക് പാറ്റേൺ ദ ട്രേഡർ നീഡഡ് ജസ്റ്റ് വൺ കാൻഡിൽസ്റ്റിക് ടു ഐഡന്റിഫൈ എ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി. ഒരു കാൻഡിൽസ്റ്റിക്കിൽ നോക്കിയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് മനസ്സിലാക്കുമായിരുന്നു. എന്നാൽ വെൻ അനലൈസിംഗ് മൾട്ടിപ്പിൾ കാൻഡിൽസ്റ്റിക് പാറ്റേൺസ് ദ ട്രേഡർ നീഡ്സ് 2 or sometimes 3 candlesticks to identify a trading opportunity. അതായത് 2-3 കാൻഡിൽസ്റ്റിക്ക് ഒരുമിച്ച് നോക്കിക്കൊണ്ട് കുറേയും കൂടെ വ്യക്തമായിട്ടൊരു ട്രെൻഡ് ഉണ്ടോ, ഒരു പാറ്റേൺ ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിനാണ് മൾട്ടിപ്പിൾ കാൻഡിൽസ്റ്റിക് പാറ്റേൺസ് എന്ന് പറയുന്നത്. അപ്പോൾ കേൾക്കുമ്പോൾ തന്നെ വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് അല്ലേ? ഒരൊറ്റ കാൻഡിൽസ്റ്റിക്കിനെ നോക്കിയിട്ട് മാത്രം ഒരു പാറ്റേൺ മനസ്സിലാക്കുന്നതിനേക്കാളും എത്രയോ നല്ലതല്ലേ മൾട്ടിപ്പിൾ കാൻഡിൽസ്റ്റിക്സിനെ നോക്കിയിട്ട് മനസ്സിലാകുന്നത്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് കുറേയും കൂടെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ട്രെൻഡ്സ് കിട്ടില്ലേ? അപ്പോൾ കുറേയും കൂടെ ബെറ്റർ ട്രേഡ്സ് നമുക്ക് എടുക്കാൻ പറ്റില്ലേ? അപ്പോൾ അതാണ് ബേസിക്കലി മൾട്ടിപ്പിൾ കാൻഡിൽസ്റ്റിക് പാറ്റേൺസിനോട് ചെയ്യാൻ പോകുന്നത്. ഇതിലും പല ടൈപ്സ് ഉണ്ട്. ഇവിടെ കാണാൻ പറ്റുന്ന പോലെ എൻഗൾഫിംഗ് പാറ്റേൺസ് ഉണ്ട്, പാർഷ്യൽ എൻഗൾഫിംഗ് പാറ്റേൺസ് ഉണ്ട്, ഹറാമി പാറ്റേൺസ് ഉണ്ട്. കണ്ടോ, വളരെ ഇൻട്രസ്റ്റിംഗ് പേരൊക്കെയാണ്. ഹറാമിംഗ് പാറ്റേൺസ് ഉണ്ട്, ഗ്യാപ് ബേസ്ഡ് പാറ്റേൺസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മൾട്ടിപ്പിൾ കാൻഡിൽസ്റ്റിക് പാറ്റേൺസ് എന്താണ്, അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് എന്താണ്, അത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ട്രേഡ്സ് എടുക്കാം, ഏത് പോയിന്റിൽ ടാർഗറ്റ് വെക്കണം, ഏത് പോയിന്റിൽ സ്റ്റോപ്പ് ലോസ് വെക്കണം, അങ്ങനെ എങ്ങനെ ഇന്റലിജന്റ് ട്രേഡ്സ് എടുക്കാം എന്നുള്ള വളരെ നല്ല കാര്യങ്ങളാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. വീഡിയോ എങ്ങനെ തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ നോർമൽ ഇൻട്രോ പറയാതെ പറ്റില്ലല്ലോ. അപ്പോൾ ഈ വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ചും കാണുക, മൾട്ടിപ്പിൾ കാൻഡിൽസ്റ്റിക് പാറ്റേൺസിനെ പറ്റി കംപ്ലീറ്റ്ലി മനസ്സിലാക്കാനായിട്ട്. The name is Sharik Shamsuddin. Welcome to Funfolio. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ മൾട്ടിപ്പിൾ കാൻഡിൽസ്റ്റിക് പാറ്റേൺസ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം നമ്മൾ അവിടെ കണ്ടതുപോലെ എൻഗൾഫിംഗ് പാറ്റേൺസ് ആണുള്ളത്. എന്താണ് എൻഗൾഫിംഗ് പാറ്റേൺസ്? പേരിൽ തന്നെ വളരെ വ്യക്തമാണ്. എൻഗൾഫിംഗിന്റെ അർത്ഥം എന്താണ്? മുഴുവനായിട്ട് കവർ ചെയ്യുക അല്ലെ? എൻഗൾഫിംഗ് എന്ന് വെച്ചാൽ മുഴുവനായിട്ട് കവർ ചെയ്യുക എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ എൻഗൾഫിംഗ് എന്ന് പറയുന്നത് ഒരു 2 candle പാറ്റേൺ ആണ്. 2 candle വരുമ്പോൾ ഒരു എൻഗൾഫിംഗ് പാറ്റേൺ നമുക്ക് കാണാൻ പറ്റും. ദിസ് ഹാപ്പൻസ് വെൻ ദ സെക്കൻഡ് കാൻഡിൽ കംപ്ലീറ്റ്ലി എൻഗൾഫ്സ് ദ ഫസ്റ്റ് കാൻഡിൽ. അതിവിടെ നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അതായത് ഇതൊരു ക്യാൻഡിലാണ്, രണ്ടാമത്തെ ക്യാൻഡിൽ കണ്ടോ, ആദ്യത്തെ ക്യാൻഡിലെ കംപ്ലീറ്റ്ലി കവർ ചെയ്ത് കാണാൻ പറ്റുന്നില്ലേ? ആദ്യത്തെ ക്യാൻഡിലെ മുഴുവനായിട്ട് അങ്ങ് തിന്നു കളഞ്ഞില്ലേ? അപ്പോൾ അതിനെയാണ് എൻഗൾഫിംഗ് എന്ന് പറയുന്നത്. ആദ്യത്തെ ക്യാൻഡിലെ രണ്ടാമത്തെ ക്യാൻഡില് മുഴുവനായിട്ട് കവർ ചെയ്ത് തീർത്ത് കളയുകയാണെങ്കിൽ അതിനെ എൻഗൾഫിംഗ് എന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് ബേസിക്കലി എൻഗൾഫിംഗ് പാറ്റേൺ എന്ന് പറയുന്നത്. ഇവിടെ 2 ക്യാൻഡിൽ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു അനാലിസിസിലേക്ക് എത്തിയത്. എൻഗൾഫിംഗ് പാറ്റേൺ 2 ടൈപ്സ് ഉണ്ട്. ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേണും ഉണ്ട്, ബെയറിഷ് എൻഗൾഫിംഗ് പാറ്റേണും ഉണ്ട്. അപ്പോൾ ഇത് എവിടെ വരുന്നു, ഇത് എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നതിന്റെ ബേസിസിൽ നിങ്ങൾക്ക് ട്രെൻഡ് റിവേഴ്സൽസ് മനസ്സിലാക്കാൻ പറ്റും, അങ്ങനെ നല്ല ട്രേഡ്സ് എടുക്കാൻ പറ്റും. എന്താണ് ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ എന്ന് നോക്കാം. ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ ആകണമെങ്കിൽ ആദ്യമേ ഒരു ഡൗൺ ട്രെൻഡ് ഉണ്ടാകണം. ഒരു ഡൗൺ ട്രെൻഡിന്റെ അവസാനമായിരിക്കും എപ്പോഴും ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് ഉണ്ടാവുക. ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് ഉണ്ടാവുകയാണെങ്കിൽ അതിനർത്ഥം ഇവിടെ ഒരു ട്രെൻഡ് റിവേഴ്സൽ ഉണ്ടായെന്നും ഇനിയൊരു ബുള്ളിഷ് മൂവ്മെന്റ് ഉണ്ടാകും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് കാണിക്കുന്നത്. ഇത് എങ്ങനെയാണ്, ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഒരു പ്രയർ ഡൗൺ ട്രെൻഡ് ഉണ്ടാകണം. അതിനുശേഷം നമ്മൾക്ക് വേണ്ട പോലത്തെ 2 ക്യാൻഡിൽസ് ഉണ്ടാകണം. ആദ്യത്തെ ക്യാൻഡിൽ നമുക്ക് C1 എന്ന് വിളിക്കാം. ഇത് നമ്മുടെ C1 ആണ്, ഇത് നമ്മുടെ C2 ആണ്. അപ്പോൾ C1 എന്ന് പറയുന്നത് ഈ ഒരു ഡൗൺ ട്രെൻഡിനെ തന്നെ കാണിച്ചുകൊണ്ട് ഒരു റെഡ് ക്യാൻഡിൽ തന്നെ ആയിരിക്കണം. അതിനെ നമുക്ക് C1 എന്ന് വിളിക്കാം. C2 എന്ന് പറയുന്നത് ഈ C1നെ കംപ്ലീറ്റ്ലി കവർ ചെയ്യണം. കണ്ടോ, ക്യാൻഡിൽ ഓൺ സെക്കൻഡ് ഡേ ഓഫ് പാറ്റേൺ C2 ഷുഡ് ബി എ ഗ്രീൻ ക്യാൻഡിൽ ലോങ് ഇനഫ് ടു എൻഗൾഫ് ദ റെഡ് ക്യാൻഡിൽ. ഈ ആദ്യത്തെ റെഡ് ക്യാൻഡിലിനെ C1നെ കംപ്ലീറ്റ്ലി കവർ ചെയ്യുന്നതാണ് നമ്മുടെ C2. അതൊരു ഗ്രീൻ ക്യാൻഡിൽ ആണെങ്കിൽ നമുക്കൊരു ബുള്ളിഷ് എൻഗൾഫിംഗ് കിട്ടി. ഇവിടെ നിന്ന് ട്രെൻഡ് മുകളിലേക്കാകും എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് ട്രേഡാണ് എടുക്കാൻ പറ്റുക? നിങ്ങൾക്ക് ഈ ഒരു പോയിന്റിൽ ഈ നിങ്ങളുടെ C2ന്റെ ഗ്രീൻ ക്യാൻഡലിന്റെ ക്ലോസിൽ നിങ്ങൾക്ക് ബൈ ചെയ്യാം. അതുപോലെ ഈ C2ന്റെ ലോവസ്റ്റ് പോയിന്റ് നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാനും പറ്റും. കണ്ടോ,
ബൈ അറ്റ് ക്ലോസ് ഓഫ് C2, സ്റ്റോപ്പ് ലോസ് അറ്റ് ലോ ഓഫ് C1 ഓർ C2. അപ്പൊ ഇത് കണ്ടപ്പോൾ എന്തായാലും മനസ്സിലായി, പക്ഷെ ഇതിന്റെ ലോജിക്ക് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് എന്ന് പറയുന്നത് വെറുതെ കാൻഡിൽ നോക്കലല്ല, ഇവിടെ പ്രൈസ് ആക്ഷന്റെ പിന്നിലുള്ള ലോജിക്ക് നിങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് ലോങ് ടേമിൽ നിങ്ങൾക്ക് എന്ത് പാറ്റേൺ ഏത് ക്യാൻഡിൽ എങ്ങനെ കണ്ടാലും മനസ്സിലാവുക. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ആലോചിച്ച് നോക്കി. പ്രയർ ട്രെൻഡ് ഡൗൺ ട്രെൻഡ് ആണ്, അതായത് ബെയറിഷ് ആണ്. ബെയർസ് വളരെ സ്ട്രോങ് ആയിട്ടിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോഴൊക്കെ ബെയർസ് നന്നായി സെല്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ C2 നമുക്ക് എന്താ കാണാൻ പറ്റിയത്, അവിടെയും ഓപ്പണിംഗ് C1നേക്കാളും ലോ ആയിരുന്നു. അതിനർത്ഥം അതിന്റെ ഓപ്പണിംഗിൽ ആ ദിവസം ഓപ്പൺ ചെയ്തപ്പോൾ ബെയറിഷ് സെന്റിമെന്റ് തന്നെയാണ് മാർക്കറ്റിൽ. എന്നാൽ ആ ഒരു ദിവസം ബെയർസിനെ എല്ലാം ഓവർടേക്ക് ചെയ്തുകൊണ്ട് ബുൾസ് വാങ്ങിച്ചു തുടങ്ങി. ബുൾസ് വാങ്ങിച്ച് എത്ര വാങ്ങിച്ചു, അതിശക്തമായി വാങ്ങിച്ചിട്ട് അതിന്റെ കഴിഞ്ഞ ദിവസത്തിനേക്കാളും മുകളിൽ പോയി ക്ലോസ് ചെയ്തു. അപ്പൊ ഈ ഒരു ദിവസം പെട്ടെന്ന് ബെയർസിനെ തകർത്തുകൊണ്ട് ബുൾസ് ആക്ട് ചെയ്ത് തുടങ്ങി. സെല്ലേഴ്സിനേക്കാളും കൂടുതൽ ബയേഴ്സ് ആക്റ്റീവ് ആയി എന്ന് കാണാൻ പറ്റുന്നു. അതും ചെറിയ രീതിയിലല്ല, നല്ല ശക്തമായിട്ട് ആക്റ്റീവായി. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു ട്രെൻഡ് റിവേഴ്സൽ ഉണ്ട് എന്ന് പറയുന്നത്. ആ ഒരു ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ബെയറിഷ് എൻഗൾഫിംഗ് പാറ്റേൺ വളരെ ഈസിയാണ്. ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഞാനിവിടെ വായിക്കാൻ പോകുന്നില്ല, ഇവിടെ ഞാൻ ഇതിന്റെ ലോജിക്ക് മാത്രം പറഞ്ഞുതരാം. അതായത് ഒരു പ്രയർ ട്രെൻഡ് എന്ന് പറയുന്നത് അപ് ട്രെൻഡ് ആയിരിക്കണം. അതായത് ബെയറിഷ് എൻഗൾഫിംഗ് കാണിക്കുന്നത് ഒരു അപ് ട്രെൻഡിന്റെ അവസാനം ബെയറിഷ് എൻഗൾഫിംഗ് വരികയാണെങ്കിൽ അവിടെ ട്രെൻഡ് റിവേഴ്സൽ ഉണ്ടായി പിന്നെ ഒരു ബെയറിഷ് ഫേസിലേക്ക് പോകുമെന്നുള്ളതാണ്. അപ്പോൾ പ്രയർ ട്രെൻഡ് അപ് ട്രെൻഡ് ആയിരിക്കണം. അപ് ട്രെൻഡിൽ നമ്മൾ പറയുന്നത് നമ്മുടെ C1 ഒരു ഗ്രീൻ ക്യാൻഡിൽ തന്നെ ആയിരിക്കണം. നമ്മുടെ C2 എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് റെഡ് ക്യാൻഡിൽ ആയിരിക്കണം. അത് C1 കംപ്ലീറ്റ്ലി എൻഗൾഫ് കൂടി ചെയ്യണം. അപ്പൊ ഇവിടെ എന്താ കാണാൻ പറ്റിയത്, ഇവിടെ ബയേഴ്സ് നല്ല സ്ട്രോങ് ആയി പ്രൈസ് മുകളിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പക്ഷെ ഈ ഒരു പോയിന്റ് എത്തിയപ്പോൾ സെല്ലേഴ്സ് സ്ട്രോങ് ആയിട്ട് ബയേഴ്സിനെ തകർത്തുകൊണ്ട് പ്രൈസിനെ അതിശക്തമായിട്ട് C1 തീർത്തുകൊണ്ട് അത് ശക്തമായി താഴെ കൊണ്ട് ക്ലോസ് ചെയ്യിച്ചു. അപ്പോൾ ഇവിടെ ഒരു ബെയറിഷ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നു. അപ്പോൾ ഇവിടെ എങ്ങനെ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റുക, ഈ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് സെല്ല് ചെയ്യാം, ഷോർട്ട് ചെയ്യാം, അതുപോലെ ഈ ഒരു ഹൈനെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കാം. അങ്ങനെയാണെങ്കിൽ ഇനി താഴോട്ട് വരുന്ന ഈ ഒരു ട്രെൻഡിനെ നന്നായി ക്യാപിറ്റലൈസ് ചെയ്ത് നല്ലൊരു ലാഭം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ ഇത് ഞാൻ വായിക്കാനായിട്ട് പോകുന്നില്ല, നിങ്ങൾക്ക് ഇത് വായിച്ച് നോക്കിയിട്ട് ഇതിനെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ മുന്നിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എൻഗൾഫിംഗ് പാറ്റേൺ എന്താണെന്ന് മനസ്സിലായി. ഇനി പാർഷ്യൽ എൻഗൾഫിംഗ് പാറ്റേൺ എന്നൊരു സംഭവം കൂടിയുണ്ട്. ഇതിന്റെ കമ്പാരിസണിൽ എൻഗൾഫിംഗ് പാറ്റേണിന്റെ കമ്പാരിസണിൽ പറയുകയാണെങ്കിൽ പാർഷ്യൽ എൻഗൾഫിംഗ് പാറ്റേൺ അത്ര സ്ട്രോങ് അല്ല, എന്നാൽ ഇതും ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു മൾട്ടിപ്പിൾ കാൻഡിൽ സ്റ്റിക് പാറ്റേൺ തന്നെയാണ്. ഇവിടെ എന്താ പറയുന്നത്, ഇതും പാർഷ്യൽ എൻഗൾഫിംഗ് ഈസ് ഓൾസോ എ 2 candle പാറ്റേൺ. ഇതും ഒരു 2 candle പാറ്റേൺ ആണ്. ദിസ് ഹാപ്പൻസ് വെൻ ദ സെക്കൻഡ് കാൻഡിൽ പാർഷ്യലി എൻഗൾഫ്സ് ദ ഫസ്റ്റ് കാൻഡിൽ. കണ്ടോ, ഇവിടെ നോക്കുകയാണെങ്കിൽ നേരത്തെ നമ്മൾ എന്താ കണ്ടത്, രണ്ടാമത്തെ നമ്മുടെ C2 C1 കംപ്ലീറ്റ്ലി തിന്നുന്നതല്ലേ കണ്ടത്. എന്നാൽ ഇവിടെ പാർഷ്യൽ എൻഗൾഫിംഗിൽ C2 C1 കംപ്ലീറ്റ്ലി കവർ ചെയ്യുന്നില്ല, എന്നാൽ പാർഷ്യലി കവർ ചെയ്യുന്നുണ്ട്, പാർഷ്യലി എൻഗൾഫ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് പാർഷ്യൽ എൻഗൾഫിംഗ് പാറ്റേൺസ് എന്ന് പറയുന്നത്. ഇതും ട്രെൻഡ് റിവേഴ്സലിനെ തന്നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. വളരെ എൻഗൾഫിംഗ് പാറ്റേൺസുമായിട്ട് വളരെ സിമിലർ ആണ്. അപ്പോൾ ഇതിലും 2 ടൈപ്സ് ഉണ്ട് എന്ന് കാണാൻ പറ്റുന്നു അല്ലെ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേരുകൾ പിന്നെയും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് പിയേഴ്സിംഗ് പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കാം. നമ്മൾ നേരത്തെ കണ്ട ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേണിന് വളരെ സിമിലർ ആണ്, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആദ്യം ഒരു ഡൗൺ ട്രെൻഡ് വേണം, അതിനുശേഷം നമ്മുടെ C1 എന്ന് പറയുന്നത് ഒരു റെഡ് ക്യാൻഡിൽ തന്നെ ആയിരിക്കണം. അതായത് ബെയറിഷ്നെസ്സിനെ ഒന്നുകൂടി ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുകയാണ്, സ്ട്രെങ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടാകുന്നു. എൻഗൾഫിംഗ് ആയിരുന്നെങ്കിൽ ഈ ഗ്രീൻ ക്യാൻഡിൽ ഇതിനെ കംപ്ലീറ്റ്ലി കവർ ചെയ്തതിനെ. പാർഷ്യൽ എൻഗൾഫിംഗ് ആയതുകൊണ്ട് ഈ ഒരു C1 50% to 100% ഒരു ഭാഗം C2 കവർ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. കണ്ടോ, ഇവിടെ നോക്കുകയാണെങ്കിൽ C2 ഷുഡ് ബി എ ഗ്രീൻ ക്യാൻഡിൽ ലോങ് ഇനഫ് ടു എൻഗൾഫ് 50% to 100% ഓഫ് ദ റെഡ് ക്യാൻഡിൽ. ഇങ്ങനെ കാണുകയാണെങ്കിലും ഇതും ഒരു ബുള്ളിഷ് ട്രെൻഡിലേക്ക് പോകുന്നു എന്നുള്ള റിവേഴ്സിൽ തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾ ലോജിക്ക് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. ഇവിടെ മുതൽ ഇവിടെ വരെ ബെയർസ് നല്ല സ്ട്രോങ് ആയിട്ടാണ് പോകുന്നത്. ഇവിടെ ഓപ്പണും ലോ ആയിട്ട് തന്നെയായിരുന്നു. ഓപ്പൺ ലോന്റെ അർത്ഥം എന്താണ്, പിന്നെയും ബെയർസ് സ്ട്രോങ് ആണ്. പക്ഷെ ആ ഒരു ദിവസം ബുൾസ് സ്ട്രോങ് ആയതുകൊണ്ട്, ബൈയും കൂടിയത് കൊണ്ടല്ലേ പ്രൈസ് ഇത്രയും മുകളിലോട്ട് വന്നത്. എൻഗൾഫിംഗ് ആയിരുന്നെങ്കിൽ അത് ശക്തമായി കൂടിയേനെ. ഇതിന് അത്ര ശക്തി ഇതിന് കാണിക്കുന്നില്ല, എന്നാലും കൂടിയിട്ടുണ്ട്. ഒരു ബുള്ളിഷ് ട്രെൻഡ് റിവേഴ്സിൽ നടന്നിട്ടുണ്ട് എന്ന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് പിയേഴ്സിംഗ് പാറ്റേൺ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പോയിന്റിൽ, ഈ ഒരു ക്ലോസിന്റെ പോയിന്റിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഈ ഒരു ലോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഡാർക്ക് ക്ലൗഡ് കവർ. അതായത് പ്രയർ ട്രെൻഡ് എന്ന് പറയുന്നത് അപ് ട്രെൻഡ് ആയിരിക്കണം. അപ് ട്രെൻഡ് കഴിഞ്ഞിട്ട് C1 നമ്മുടെ ഗ്രീൻ ക്യാൻഡിൽ തന്നെയാണ്. അതിനുശേഷം C2 ഒരു റെഡ് ക്യാൻഡിൽ ആയിരിക്കണം. അത് C1 പാർഷ്യലി എൻഗൾഫ് ചെയ്യണം. 50% to 100% എൻഗൾഫ് ചെയ്യുന്ന രീതിയിൽ വന്നാൽ അതിനെ ഡാർക്ക് ക്ലൗഡ് കവർ എന്ന് പറയുന്നു. ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന്റെ ഈ ഹൈ എന്ന ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസും വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി വായിക്കാനൊന്നും നിൽക്കുന്നില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എൻഗൾഫിംഗ് പാറ്റേൺ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇതും കംപ്ലീറ്റ്ലി മനസ്സിലാകും. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് ഇതൊന്ന് വായിച്ചു നോക്കാം. മുന്നിലേക്ക് നീങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് അതെ വളരെ ഇൻട്രസ്റ്റിംഗ് പേരുള്ള ഹറാമി പാറ്റേൺസ് ആണ്. ഹറാമി എന്ന് ആദ്യം തന്നെ അത് ക്ലിയർ ചെയ്യാം. നമ്മുടെ ഹിന്ദിയിലുള്ള ആ ഒരു ഹറാമി മീനിങ് അല്ല. ഇവിടെ ഹറാമി എന്ന് പറയുന്നത് നമുക്കറിയാം കാൻഡൽ സ്റ്റിക്കിന്റെ ഒക്കെ ഉറവിടം, ഒറിജിൻ
ജാപ്പനീസ് ആണ് അല്ലെ. അപ്പോൾ ഇത് ഓൾഡ് ജാപ്പനീസിൽ പ്രഗ്നന്റ് എന്നാണ് അർത്ഥം ഹറാമി എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഉണ്ടാകുന്ന ഈ ഒരു ട്രെൻഡ് കാണുമ്പോൾ ഇവിടെ ഒരു പ്രഗ്നന്റ് വുമണിനെ പോലെ കാണുന്നില്ലേ. അതായത് ഇവിടെ ഈ ഒരു റെഡ് ക്യാൻഡിൽ സ്ത്രീയാണ്, ഒരു ലേഡി ആണ് എങ്കിൽ ഈ ഗ്രീൻ ക്യാൻഡിൽ നോക്കിയേ, ഈ റെഡ് ക്യാൻഡിൽ പ്രഗ്നന്റ് ആയിരിക്കുന്ന പോലെ കാണുന്നില്ലേ. ഇത് വളരെ ഇൻഡിക്കേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പേര് വന്നത് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്, ഹറാമി ഇസ് എ 2 candle പാറ്റേൺ. ഇതും നേരത്തെ കണ്ടതുപോലെ ഒരു 2 candle പാറ്റേൺ തന്നെയാണ്. ഫസ്റ്റ് ക്യാൻഡിൽ ഇസ് യൂഷ്വലി ലോങ് ആൻഡ് ദ സെക്കൻഡ് ക്യാൻഡിൽ ഹാസ് എ സ്മോൾ ബോഡി. ആദ്യത്തെ ക്യാൻഡിൽ ലോങ് ആയിരിക്കും, രണ്ടാമത്തെ ക്യാൻഡിൽ കമ്പാരിറ്റീവ്ലി സ്മോൾ ആയിരിക്കും. ഇതും ട്രെൻഡ് റിവേഴ്സലിനെ ഇൻഡിക്കേറ്റ് ചെയ്യുകയാണ്. എന്നാൽ ഇവിടെ എന്താണ് വ്യത്യാസം എന്ന് നോക്കിയേ. നമ്മൾ എൻഗൾഫിംഗിൽ കണ്ടത് എന്താ, താഴോട്ട് വന്നു, അതിനുശേഷം ഒരു ക്യാൻഡിൽ വന്നിട്ട് ആദ്യത്തെ ക്യാൻഡിലിനെ കംപ്ലീറ്റ്ലിയോ പാർഷ്യലിയോ എൻഗൾഫ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായി അവിടെ ഒരു ട്രെൻഡ് റിവേഴ്സൽ ഉണ്ട് എന്ന്. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് എന്താ നോക്കുകയാണെങ്കിൽ, ഇവിടെ ഇത് നമ്മുടെ C1 ആണെങ്കിൽ C2 എന്ന് പറയുന്നത് C1ന്റെ ക്ലോസിനേക്കാളും മുകളിൽ ഓപ്പൺ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ച് വരുമ്പോൾ തന്നെ പെട്ടെന്ന് ഒരു ട്രെൻഡ് റിവേഴ്സൽ നമുക്ക് മനസ്സിലാകും. ഇത് വിശദമായിട്ട് ഇതിന്റെ 2 ടൈപ്സിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാകും. 2 ടൈപ്സ് ആണ് ഇവിടെയും ഉള്ളത്. ബുള്ളിഷ് ഹറാമി പാറ്റേണും ഉണ്ട്, ബെയറിഷ് ഹറാമി പാറ്റേണും ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ബുള്ളിഷ് ഹറാമി പാറ്റേൺ എന്താണെന്ന് നോക്കാം. ബുള്ളിഷ് ഹറാമി പാറ്റേൺ നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ എപ്പോഴും ആദ്യം ഒരു ഡൗൺ ട്രെൻഡ് നമുക്ക് ഉണ്ടാക്കണം. ഡൗൺ ട്രെൻഡ് ഉണ്ടായതിനു ശേഷം ബുള്ളിഷ് ഹറാമി പാറ്റേൺ ഉണ്ടായിട്ട് ട്രെൻഡ് റിവേഴ്സലായിട്ട് മുന്നിലേക്ക് ഒരു ബുള്ളിഷ് ട്രെൻഡ് ഉണ്ടാകും എന്നുള്ളതാണ് ബുള്ളിഷ് ഹറാമി പാറ്റേൺ പറയുന്നത്. അപ്പോൾ ആദ്യം ഒരു ഡൗൺ ട്രെൻഡ് ഉണ്ട്. ഡൗൺ ട്രെൻഡ് ഉണ്ടായിട്ട് ഇത് നമ്മുടെ C1 ആണ്. C1 ഒരു റെഡ് ക്യാൻഡിൽ തന്നെയാണ്. ഡൗൺ ട്രെൻഡിനെ പിന്നെയും അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം C2ലാണ് ഫുൾ ഗെയിം ഇരിക്കുന്നത്. C2 എന്ന് പറയുന്നത് ഒരു ചെറിയ ഗ്രീൻ ബാർ ആയിരിക്കും. എന്നാൽ അതിന്റെ ഓപ്പണിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഹയർ ദാൻ C1's ക്ലോസ്. അതായത് C1ന്റെ ക്ലോസ് ഇവിടെ ആയിരുന്നില്ലേ, അതിനേക്കാളും ഹയർ പോയിന്റിൽ C2 ഓപ്പൺ ആയി. അതുപോലെ തന്നെ C2ന്റെ ക്ലോസ് എന്ന് പറയുന്നത് C1ന്റെ ഓപ്പണിനേക്കാളും താഴെയുമായിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു റെഡ് ക്യാൻഡലിനേക്കാളും ചെറിയൊരു ക്യാൻഡിലാണ് C2 എന്ന് പറയുന്നത്. എന്നാൽ ഇതിന്റെ ഓപ്പൺ ഇതിന്റെ ക്ലോസിനേക്കാളും മുകളിലാണ്. അപ്പോൾ ഇതിന്റെ ലോജിക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഡൗൺ ട്രെൻഡിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, ബെയറിഷ് ആയിരുന്നു. എന്നാൽ ഈ ഒരു ദിവസം ഓപ്പൺ ആയപ്പോൾ തന്നെ ആ ബെയറിഷ് സെന്റിമെന്റിനെയൊക്കെ തകർത്തുകൊണ്ട് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇത് ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഒരു ബുള്ളിഷ് സെന്റിമെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന്. അപ്പോൾ അതാണ് ഇതിന്റെ പിന്നിലെ ലോജിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ട്രേഡ് സെറ്റപ്പിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഈ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് ബൈ ചെയ്യാം. ഈ ഒരു പോയിന്റിനെ, അതായത് C1ന്റെ ലോവിനെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കാനും പറ്റും. അപ്പോൾ ബുള്ളിഷ് ഹറാമി പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പിന്നെയും പറയുകയാണ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ബെയറിഷ് ഹറാമി പാറ്റേൺ മനസ്സിലാക്കും. നമുക്കൊന്ന് നോക്കാലോ. അതായത് പ്രയർ ട്രെൻഡ് എന്ന് പറയുന്നത് അപ് ട്രെൻഡ് ആയിരിക്കണം. അതിനുശേഷം C1 എന്ന് പറയുന്നത് നമ്മുടെ ഗ്രീൻ ക്യാൻഡിൽ ആണ്. C2 ഒരു റെഡ് ക്യാൻഡിൽ ആയിരിക്കണം. C2ന്റെ ഓപ്പൺ എന്ന് പറയുന്നത് C1ന്റെ ക്ലോസിനേക്കാളും താഴെ ആയിരിക്കണം. അപ്പൊ ഈ ഒരു ഗ്യാപ്പാണ് ഇവിടുത്തെ ലോജിക്ക് എന്ന് പറയുന്നത്. ഈ ഒരു അപ് ട്രെൻഡിനെ തകർത്തുകൊണ്ട് ഇതിന്റെ ഓപ്പൺ തന്നെ ഇതിന്റെ ക്ലോസിനേക്കാളും താഴെയായിരുന്നു. അപ്പോൾ ഒരു ബെയറിഷ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാകുന്നു. അങ്ങനെ ആ ദിവസം ഫുള്ള് വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിന്റെ ക്ലോസ് എന്ന് പറയുന്നത് ഇതിന്റെ ഓപ്പണിനേക്കാളും താഴെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കൊരു ബെയറിഷ് ഹറാമി പാറ്റേൺ കിട്ടിയെന്ന് മനസ്സിലാകുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ ട്രേഡ് സെറ്റപ്പ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് സെല്ല് ചെയ്യാം. ഈ ഒരു ഹൈ പോയിന്റിനെ C1ന്റെ ഹൈനെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് ഡൗൺ ട്രെൻഡ് നിങ്ങൾക്ക് കിട്ടുന്നു. നിങ്ങളിവിടെ ഷോർട്ട് അല്ലേ ചെയ്തത്, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നു. അപ്പോൾ ഹറാമി പാറ്റേൺ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാലും നിങ്ങളിപ്പോൾ കുറച്ച് ചിന്തിക്കുന്നവരാണെങ്കിൽ, കാര്യമായിട്ട് നിങ്ങൾ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആദ്യം നമ്മൾ കണ്ട കംപ്ലീറ്റ് എൻഗൾഫിംഗ് പാറ്റേണിന്റെ അത്ര സ്ട്രോങ് അല്ല പാർഷ്യൽ എൻഗൾഫിംഗ് ഒന്നും ഹറാമി പാറ്റേൺ ഒന്നും നിങ്ങൾക്ക് കാണുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞ ലോജിക്ക് വെച്ച് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, പ്രൈസ് ആക്ഷന്റെ ലോജിക്ക് നിങ്ങളുടെ തലയിൽ കയറിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ബുൾസും ബെയർസും ബയേഴ്സും സെല്ലേഴ്സും ആക്ട് ചെയ്യുന്ന ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി മനസ്സിലാകും ഇവിടെയാണ് പ്രൈസ് ആക്ഷൻ സ്ട്രോങ് അല്ലെ. അതായത് ഈ ഒരു ക്യാൻഡലിനെ കംപ്ലീറ്റ്ലി തകർക്കുമ്പോഴാണ് ലോജിക്ക് സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും അത്ര സ്ട്രോങ് അല്ല എന്ന് കാണുന്നുണ്ട്. വളരെ ശരിയാണ്, നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ വളരെ ശരിയാണ്. ഇവിടെ വായിക്കാൻ പറ്റുന്ന പോലെ എൻഗൾഫിംഗ് പാറ്റേൺ ഇസ് സ്ട്രോങ്ങർ ദാൻ ഹറാമി പാറ്റേൺ. നിങ്ങൾക്ക് 2 സ്റ്റോക്കിൽ ട്രേഡ് സെറ്റപ്പ് കാണുന്നുണ്ട്. ഒരെണ്ണത്തിൽ എൻഗൾഫിംഗ് പാറ്റേൺ ആണ് കാണുന്നത്, ഒരെണ്ണത്തിൽ ഹറാമി പാറ്റേൺ ആണെങ്കിൽ ഡെഫിനറ്റ്ലി എൻഗൾഫിംഗ് പാറ്റേൺ ഉള്ള സ്റ്റോക്കിൽ നിങ്ങൾ ട്രേഡ് എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് നീങ്ങാം. നമുക്ക് ഗ്യാപ്പ് ബേസ്ഡ് പാറ്റേൺസിലേക്ക് പോകാം. അപ്പോൾ ഗ്യാപ്പ് ബേസ്ഡ് പാറ്റേൺസ് 2 എണ്ണമാണ്. മുന്നിലേക്ക് പോകുമ്പോൾ ഒന്നിനെ മോർണിംഗ് സ്റ്റാർ പാറ്റേൺ എന്നും രണ്ടിനെ ഈവനിംഗ് സ്റ്റാർ പാറ്റേൺ എന്നും വിളിക്കുന്നു. എന്നാൽ അതിനെ മനസ്സിലാക്കുന്നതിന് മുൻപ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗും ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗും എന്താണെന്ന് മനസ്സിലാക്കണം. നിങ്ങൾ എപ്പോഴും ചോദിക്കാറുള്ളതാണ്, കമന്റ് സെക്ഷനിലാണെങ്കിലും ടെലഗ്രാം ചാനലിലാണെങ്കിലും പലപ്പോഴും ഡൗട്ട് ചോദിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം ടെലഗ്രാം ചാനലിൽ നടന്ന Q&A സെഷനിൽ ഞാൻ ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. എന്നാലും കുറെ പേർക്ക് ഡൗട്ട്സ് ഉള്ളത് കൊണ്ട് ആദ്യം നമുക്ക് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗും ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗും എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ ചാർട്ട്സ് ഒക്കെ ഓൾറെഡി അനലൈസ് ചെയ്യുന്ന, റീഡ് ചെയ്യുന്ന, നോക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല ദിവസവും സ്റ്റോക്കിന്റെ പ്രൈസ് ഓപ്പൺ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസത്തിന്റെ ക്ലോസിനേക്കാളും വലിയൊരു ഗ്യാപ്പ് വിട്ടിട്ടായിരിക്കും ഓപ്പൺ ചെയ്യുന്നത് എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ചില ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസം എവിടെയാണോ ക്ലോസ് ചെയ്തത് അതിനേക്കാളും കുറെ ഗ്യാപ്പ് വിട്ടിട്ട് താഴെയായിരിക്കും ഓപ്പൺ ചെയ്തതെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ ഉണ്ടാക്കുന്ന സമയത്ത് ഏപ്രിൽ 18 നിങ്ങൾ കാണുന്നതെങ്കിൽ ഏപ്രിൽ 17 നിഫ്റ്റി വളരെ വലിയൊരു ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്തത്. നിയർലി 3-4% ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആയി. അപ്പോഴാണ് നിങ്ങൾ കൂടുതൽ പേരും മെസ്സേജും ചെയ്തത്.
അപ്പോൾ അങ്ങനെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിന്റെ അർത്ഥം എന്താണ്? ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഇൻഡിക്കേറ്റ്സ് ബയേഴ്സ് enthusiasm. Buyers are willing to buy stocks at a price higher than previous day's close. ഷോസ് ബുള്ളിഷ് സെന്റിമെന്റ്. ഇതിന് അർത്ഥം എന്താണ്? ഞാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു എക്സാമ്പിളിൽ പറഞ്ഞുതരാം. നിങ്ങളൊരു പലചരക്ക് കട നടത്തുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. നിങ്ങൾ അരി വിൽക്കുന്നുണ്ട്. അരി 50 രൂപ പെർ കിലോക്കാണ് നിങ്ങൾ അരി വിറ്റുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം നിങ്ങൾ 50 രൂപ വിൽക്കുന്നുണ്ട്. ആ ദിവസം ഈവനിങ് ആയപ്പോൾ നിങ്ങൾ കട അടച്ച് വീട്ടിൽ പോയി. എന്നാൽ അന്ന് ഈവനിങ്ങിൽ ഒരു ന്യൂസ് വരികയാണ് മാർക്കറ്റിൽ, അരിയുടെ സപ്ലൈ തീരാൻ പോവുകയാണ്, ഇനി അടുത്ത കുറച്ച് മാസങ്ങളിലേക്ക് അരി വരുമെന്ന് തോന്നുന്നില്ല. റീസൺ എന്തോ ആയിക്കോട്ടെ, അരി ഇനി കുറെ നാളത്തേക്ക് സപ്ലൈ ഉണ്ടാകില്ല എന്ന് കാണുകയാണ്. അപ്പോൾ അടുത്ത ദിവസം രാവിലെ നിങ്ങൾ കടയിലേക്ക് പോയി. അടുത്ത ദിവസം രാവിലെ കടയിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾ കട തുറക്കുന്നതിന് മുൻപ് മുന്നിൽ വലിയ ക്യൂ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ശരിയല്ലേ? കാരണം അരിയുടെ സപ്ലൈ തീർന്നു പോകുന്നു എന്ന് കേട്ടുകൊണ്ട് കുറെ പേര് വാങ്ങാനായിട്ട് വന്ന് നിൽക്കും. അങ്ങനെ കുറെ പേര് വാങ്ങാനായിട്ട് വന്ന് നിൽക്കുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം നിങ്ങൾ 50 രൂപക്ക് വിറ്റതാണ്, നിങ്ങളുടെ കയ്യിൽ ആകെ ഉള്ളത് ഒരു ലിമിറ്റഡ് സപ്ലൈ മാത്രമാണ്. അപ്പോൾ നിങ്ങൾ 100 രൂപ എന്ന് പറഞ്ഞാലും വാങ്ങാൻ ഡെഫിനറ്റ്ലി കുറെ ബയേഴ്സ് ഉണ്ടാകില്ലേ? അങ്ങനെ നിങ്ങൾ 100 രൂപക്ക് അരി വിൽക്കുകയാണ്. എക്സാമ്പിൾ മാത്രമാണ്, ഇങ്ങനെ ചെയ്യാൻ പറയുകയല്ല. അവശ്യ വസ്തുക്കളിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടുള്ളതുമല്ല, നല്ല എക്സാമ്പിൾ മാത്രമാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അരിയുടെ ഒരു പ്രൈസിന്റെ ചാർട്ട്, ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ പ്രീവിയസ് ഡേ ക്ലോസ് എത്രയിലായിരുന്നു? 50 രൂപയിലായിരുന്നു. എന്നാൽ ഇന്നത്തെ ദിവസത്തിന്റെ ഓപ്പൺ എത്ര രൂപയിലാണ്? 100 രൂപയിലാണ്. ശരിയല്ലേ? അപ്പൊ ഇവിടെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഉണ്ടായത് കണ്ടില്ലേ? അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ സെന്റിമെന്റ്സിനെ ബേസ് ചെയ്തിട്ടുണ്ട്. അത് ഗ്ലോബൽ മാർക്കറ്റ് സെന്റിമെന്റ്സ് ആണെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്റ്റോക്ക് റിലേറ്റഡ് എന്തെങ്കിലും ന്യൂസ് വന്നതുകൊണ്ടോ എന്തെങ്കിലും എക്കണോമിക് സെന്റിമെന്റ്സോ കാരണം ചിലപ്പോൾ ബയേഴ്സിന്റെ കൂടുതൽ ആക്ടിവിറ്റി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബയേഴ്സ് കൂടുതൽ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ പ്രൈസ് മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രീവിയസ് ഡേനെ ക്ലോസിനേക്കാളും ഹയർ പ്രൈസിൽ പുതിയൊരു ദിവസം ഓപ്പൺ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് എന്ന് അതിനെ വിളിക്കുന്നു. ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് എന്ന് പറയുകയാണെങ്കിൽ ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അതായത് പ്രീവിയസ് ഡേന്റെ സെന്റിമെന്റ്സിനെ ബേസ് ചെയ്തുകൊണ്ട് അടുത്ത ദിവസം അധികം ബയ്യർ ഇൻട്രസ്റ്റ് ഇല്ല, എന്നാൽ സെല്ലർ ഇൻട്രസ്റ്റ് കൂടുകയാണെങ്കിൽ സെല്ലേഴ്സ് വിൽക്കാൻ തുടങ്ങും. enthusiasm ഓഫ് ദ ബെയർസ് കൂടും. അതുകൊണ്ട് തന്നെ they are willing to sell at a price lower than previous days close. അങ്ങനെ ബെയർസ് സെന്റിമെന്റ് മാർക്കറ്റിൽ വരുന്നു, പ്രൈസ് താഴേക്ക് പോകുന്നു. അപ്പോൾ ഡേ 1 നമുക്ക് കാണാൻ പറ്റുന്ന പോലെ ക്ലോസ് ഇവിടെയാണ്. ഡേ 2 ഓപ്പൺ എന്ന് പറയുന്നത് തന്നെ ഇത്രയും ഒരു ഗ്യാപ്പ് വിട്ടിട്ടായിരിക്കും. ബെയറിഷ് ക്യാൻഡിൽ അതുപോലെ ഡേ 1 ക്ലോസ് ഇവിടെയാണ്, ഡേ 2 ഓപ്പൺ തന്നെ ഇവിടെയാണ്. അപ്പോൾ ഇത്രയും ഒരു ഗ്യാപ്പ് ഉള്ളതായി കാണാൻ പറ്റുന്നു. ശരിയല്ലേ? അപ്പോൾ ഇതാണ് ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ മുന്നിലേക്ക് പോകുമ്പോൾ ഗ്യാപ്പ് ബേസ്ഡ് പാറ്റേൺസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ രണ്ടെണ്ണമാണുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മോർണിംഗ് സ്റ്റാർ പാറ്റേണും ഉണ്ട്, ഈവനിംഗ് സ്റ്റാർ പാറ്റേണും ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ പറയേണ്ടത് ഗ്യാപ്പ് ബേസ്ഡ് പാറ്റേൺ എന്ന് പറയുന്നത് ഇതുവരെ നമ്മൾ കണ്ടെല്ലാം 2 ക്യാൻഡിൽ ബേസ്ഡ് പാറ്റേൺസ് ആയിരുന്നു. ഇതൊരു 3 ക്യാൻഡിൽ പാറ്റേൺ ആണ്. ഫസ്റ്റ് ക്യാൻഡിൽ ഒരു ലോങ് ക്യാൻഡിൽ ആയിരിക്കും. സെക്കൻഡ് ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടന്റ്ലി ഒരു ഡോജിയോ ഒരു സ്പിന്നിംഗ് ടോപ്പോ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പഠിച്ചത് നിങ്ങൾ ഇവിടെ റീകോൾ ചെയ്യേണ്ടതുണ്ട്. തേർഡ് ക്യാൻഡിലിന് ഒരു ലോങ് ബോഡി പിന്നെയും ഉണ്ടാകും. ഇതും ഒരു ട്രെൻഡ് റിവേഴ്സലിനെ കാണിക്കുന്ന പാറ്റേൺ തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഈ പടത്തിലേക്ക് നോക്കി സംഭവം മനസ്സിലാക്കാം. അപ്പോൾ മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്നത് നമ്മുടെ ഇതുവരെ കണ്ട എല്ലാ ബുള്ളിഷ് പാറ്റേൺസിന്റെ ഇക്വലന്റ് ആണ്. അതായത് ഒരു പ്രയർ ഡൗൺ ട്രെൻഡ് ഉണ്ടാകണം. പ്രയർ ഡൗൺ ട്രെൻഡിന്റെ അവസാനം ഈ ഒരു മോർണിംഗ് സ്റ്റാർ പാറ്റേൺ ഉണ്ടാകുമ്പോൾ ഈ 3 ക്യാൻഡിൽ സെറ്റപ്പിനെയാണ് മോർണിംഗ് സ്റ്റാർ പാറ്റേൺ എന്ന് വിളിക്കുന്നത്. ഇത് ഉണ്ടാകുമ്പോൾ ഇവിടെ ഒരു ട്രെൻഡ് റിവേഴ്സ് ഉണ്ടാകുന്നു, ഇവിടെ പ്രൈസ് മുകളിലേക്ക് പോകും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ കാണാൻ പറ്റുന്നത്? ഇത് C1 ആണ്, ഇത് നമ്മുടെ C2 ആണ്, ഇത് C3 ആണ്. C1 എന്ന് പറയുന്നത് ഈ ഡൗൺ ട്രെൻഡിനെ തന്നെ കാണിച്ചുകൊണ്ട് ഒരു റെഡ് ക്യാൻഡിൽ ആണ്, ഒരു ലോങ് റെഡ് ക്യാൻഡിൽ ആയിരിക്കും. അതിനുശേഷം വളരെ ഇൻട്രസ്റ്റിംഗ്ലി C2 എന്ന് പറയുന്നത് ഒരു ഗ്യാപ്പ് ഡൗണിലായിരിക്കും ഓപ്പൺ ചെയ്യുക. ഇതിന്റെ ക്ലോസ് ഇവിടെയല്ലേ? C2ന്റെ ഓപ്പണിംഗ് എവിടെയാണ്? C2ന്റെ ഓപ്പണിംഗ് ഇതാണ്. അപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് ഡൗൺ ഉണ്ടായത് കാണാൻ പറ്റുന്നു അല്ലെ? അപ്പോൾ ഗ്യാപ്പ് ഡൗൺ ഉണ്ടായതിനു ശേഷം C2ൽ വലിയ ആക്ടിവിറ്റീസ് ഒന്നും നടക്കുന്നില്ല. ഈ ഒരു ദിവസം കംപ്ലീറ്റ്ലി അൺസർട്ടൺ ആണ് ബെയർസും ബുൾസും. അങ്ങനെ ഇതൊരു സ്പിന്നിംഗ് ടോപ്പോ ഡോജിയോ ആകുന്നു കേട്ടോ. ആഫ്റ്റർ ദ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് നത്തിങ് മച്ച് ഹാപ്പൻസ് ഡ്യൂറിംഗ് ദ ഡേ റിസൾട്ടിംഗ് ഇൻ ഐദർ എ ഡോജി ഓർ എ സ്പിന്നിംഗ് ടോപ്പ്. അപ്പോൾ C2 ഒരു ഡോജിയോ സ്പിന്നിംഗ് ടോപ്പോ ആയിരിക്കും. പ്രിഫറബിളി ഗ്രീൻ ക്യാൻഡിൽ ആണെങ്കിലാണ് നല്ലത്, റെഡ് ക്യാൻഡിൽ ആണെങ്കിലും പ്രശ്നമില്ല എന്നുള്ളതാണ് തിയറി പറയുന്നത്. ഇനി C3നെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ എന്താ കാണാൻ പറ്റുക? C3 ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആകുന്നു. C2ന്റെ ക്ലോസിംഗ് ഇതാണ്, C3യുടെ ഓപ്പണിംഗ് ഇതാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഉണ്ടാവുകയും അതേപോലെ തന്നെ C3 ഗ്രോ ചെയ്ത് C3 ഒരു വലിയ ക്യാൻഡിൽ ആവുകയും C1ന്റെ ഓപ്പണിനെയും ക്രോസ് ചെയ്തുകൊണ്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, ഇതിന്റെ ഓപ്പണിനേക്കാളും മുകളിൽ പോയി ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇതിനൊരു മോർണിംഗ് സ്റ്റാർ പാറ്റേൺ എന്ന് വിളിക്കാൻ പറ്റുന്നു. കണ്ടോ? അപ്പൊ നമ്മൾ ഇതുവരെ കണ്ട പാറ്റേൺസിനേക്കാളും ഒക്കെ കുറെ കൂടി ഇൻഡിക്കേറ്റേഴ്സ് കൂടുതലാണ് ഇവിടെ. C1 റെഡ് ആയിരിക്കണം, C2 ഗ്യാപ്പ് ഡൗണിലായിരിക്കും ഓപ്പൺ ചെയ്യണത്, അതൊരു ഡോജിയോ സ്പിന്നിംഗ് ടോപ്പോ ആയിരിക്കണം. അതിനുശേഷം C3 ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആകണം. അതുപോലെ തന്നെ C3 C1ന്റെ ഓപ്പണിനേക്കാളും മുകളിൽ ക്ലോസ് ചെയ്യുക കൂടി ചെയ്യണം. ഇത്രയും ചെയ്യുമ്പോൾ വളരെ വ്യക്തമായിട്ട് ഒരു ട്രെൻഡ് റിവേഴ്സൽ ഉണ്ടാകുമെന്നും പ്രൈസ് മുകളിലേക്ക് പോകുമെന്നും നമുക്ക് കാണാൻ പറ്റുന്നു. ഇവിടുത്തെ ലോജിക്ക് എന്താണ്? എപ്പോഴത്തെ പോലെ നിങ്ങൾ ലോജിക്ക് മനസ്സിലാക്കുക. പ്രൈസ് ആക്ഷന്റെ പ്രൈസ് താഴോട്ട് തന്നെ വരികയായിരുന്നു. ബെയർസ് നന്നായി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, സെല്ലേഴ്സ് നന്നായി സെല്ല് ചെയ്ത് പ്രൈസ് താഴോട്ട് കൊണ്ടുവരികയായിരുന്നു. ഇവിടെ ഒരു ഗ്യാപ്പ് ഡൗൺ എന്ന് പറയുന്നത് പിന്നെയും ബെയർസിന്റെ സ്ട്രെങ്ത്തിനെ തന്നെയാണ് കാണിക്കുന്നത്. എന്നാൽ
അത്ര ബേവ്സിന്റെ സ്ട്രെങ്ത് വന്നതിന് ശേഷം പോലും ഇവിടെ ഒരു ഡോജിയോ സ്പിന്നിംഗ് ടോപ്പ് വരുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് മാർക്കറ്റ് ഇൻഡിസിഷനിലേക്ക് പോയി എന്നുള്ളതാണ്. ഇൻഡിസിഷനിലേക്ക് പോയി എന്നുള്ളത് കൊണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഒരിക്കലും ഒരു ട്രേഡ് എടുക്കാതിരിക്കുക, ഇവിടെ നിങ്ങൾ ട്രേഡ് എടുക്കാതിരിക്കുക. എന്നാൽ ഇൻഡിസിഷനിൽ നിന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത ദിവസം ഒരു ഗ്യാപ്പ് അപ്പിൽ പ്രൈസ് ഓപ്പൺ ആയി എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? ഈ ഇൻഡിസിഷൻ എന്ന ഫേസിനെ ഓവർകം ചെയ്തത് ബുൾസ് ആണ്, ബെയർസ് അല്ല. അതുകൊണ്ട് തന്നെ ബുൾസ് നന്നായി വാങ്ങാൻ തുടങ്ങി, നന്നായി വാങ്ങിച്ച് C1നേക്കാളും മുകളിൽ ക്ലോസും കൂടി ചെയ്തപ്പോൾ വളരെ ക്ലിയർ ഇൻഡിക്കേഷൻ നമുക്ക് കിട്ടി ബുൾസ് നല്ല ശക്തമായിട്ടുള്ള ഫംഗ്ഷനിങ് തുടങ്ങി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോയിന്റിൽ നമുക്ക് ബൈ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഏറ്റവും ലോ പോയിന്റിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ നല്ലൊരു ലാഭം നമുക്ക് കിട്ടുന്നു. അത് ബൈ അറ്റ് ക്ലോസ് ഓഫ് C3, SL അറ്റ് ലോ ഓഫ് C2. നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുന്നിലേക്ക് പോകുമ്പോൾ ഈവനിങ് സ്റ്റാർ പാറ്റേൺ ആണുള്ളത്. ഇത് മോർണിംഗ് സ്റ്റാർ പാറ്റേണിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് മാത്രമാണ്. പെട്ടെന്ന് ഞാൻ പറയുകയാണെങ്കിൽ ആദ്യം നമുക്ക് ഒരു അപ് ട്രെൻഡ് ഉണ്ടാകണം. അപ് ട്രെൻഡ് ഉണ്ടായതിനു ശേഷം നമ്മുടെ C1 എന്ന് പറയുന്നത് ഒരു ഗ്രീൻ ക്യാൻഡിൽ ആയിരിക്കും. C2 ഗ്യാപ്പ് അപ്പിലായിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. കണ്ടോ, ഇതിന്റെ ഓപ്പണിംഗ് എവിടെയാണ്? ഇതിന്റെ ഓപ്പണിംഗ് ഇതല്ലേ? അപ്പോൾ ഒരു ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്യേണ്ടത്. എന്നാൽ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തതിനു ശേഷം അധികം ആക്ടിവിറ്റി ഒന്നും ഇല്ലാതെ അതൊരു ഡോജിയോ സ്പിന്നിംഗ് ടോപ്പോ ആകുന്നു. അതിനുശേഷം C3 നോക്കുകയാണെങ്കിൽ C3യുടെ ഓപ്പൺ എന്ന് പറയുന്നത് C2ന്റെ ക്ലോസിനേക്കാളും ഒരു ഗ്യാപ്പ് ഡൗണിലായിരിക്കും ഓപ്പൺ ചെയ്യേണ്ടത്. കണ്ടോ, ഇവിടെ ഒരു ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ C3യുടെ ക്ലോസ് എന്ന് പറയുന്നത് C1ന്റെ ഓപ്പണിനേക്കാളും താഴെയാണ്. അപ്പോൾ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഈവനിങ് സ്റ്റാർ പാറ്റേൺ നമുക്ക് കാണാൻ പറ്റുന്നു. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നമുക്ക് സെല്ല് ചെയ്യുകയാണെങ്കിൽ, ഒരു ഷോർട്ട് സെല്ലിന് ഓർഡർ പ്ലേസ് ചെയ്യുകയും ഈ ഒരു പോയിന്റിനെ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇനി ഇവിടുന്ന് താഴോട്ട് കിട്ടുന്ന ഒരു ബെയറിഷ് ട്രെൻഡ് നിങ്ങൾക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഈവനിങ് സ്റ്റാർ പാറ്റേണും ഈസി ആയിട്ട് മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ മുന്നിലേക്ക് പോവുകയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ലേണിംഗ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് is all about understanding the logic behind price action. ഞാൻ പറഞ്ഞതുപോലെ ആദ്യം മുതൽ ഞാൻ പറയുന്ന കാര്യമാണ്. കാരണം കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് കുറെ അധികം ഉണ്ടാവും. നമ്മളിപ്പോൾ ഇവിടെ കണ്ടത് 4, 6, 8 പാറ്റേൺസ് മാത്രമാണ്. കഴിഞ്ഞ വീഡിയോയിലും കുറച്ച് 5-6 പാറ്റേൺസ് കണ്ടു. എന്നാൽ ഇതിനേക്കാളും കൂടുതൽ പാറ്റേൺസ് അവൈലബിൾ ആണ്. എല്ലാം നമുക്ക് പഠിക്കാനും എല്ലാം മനസ്സിലാക്കി വെക്കാനും പോസിബിൾ അല്ല. എന്നാൽ ഇത് പഠിക്കുന്നതിന്റെ ഒരൊറ്റ ഇന്റൻഷൻ എന്ന് പറയുന്നത് ഇതിലെ പ്രൈസ് ആക്ഷന്റെ ലോജിക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നാളെ നിങ്ങൾ ഏതെങ്കിലും ഒരു ചാർട്ടിൽ നോക്കുമ്പോൾ എന്തെങ്കിലും കാൻഡൽ മൂവ്മെന്റ് കാണുകയാണെങ്കിൽ അത് നമ്മൾ ഇതുവരെ പഠിച്ച ഒരു ഡിഫൈൻഡ് പാറ്റേൺ അല്ല എങ്കിൽ പോലും അവിടുത്തെ മൂവ്മെന്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ബയേഴ്സും സെല്ലേഴ്സും എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന്. പ്രൈസ് ആക്ഷൻ കാണുമ്പോൾ ബുൾസിന്റെയും ബേഴ്സിന്റെയും ആക്ടിവിറ്റിയെ പറ്റിയുള്ള ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെ നിങ്ങൾക്ക് നല്ല ട്രേഡ്സ് എടുക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ആ ഒരു ലോജിക്ക്, പ്രൈസ് ആക്ഷന്റെ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലാകാനാണ് നമ്മൾ ഇത്രയും പഠിച്ചത്. അത് നിങ്ങൾ മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വയം എന്ത് ചാർട്ട് എങ്ങനെ കണ്ടാലും എന്ത് കാൻഡിൽ സ്റ്റിക് മൂവ്മെന്റ് കണ്ടാലും ചെറിയൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് എല്ലാം വന്നു തുടങ്ങും. അപ്പോൾ മുന്നിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നല്ല ട്രേഡ്സ് എടുക്കണമെങ്കിൽ, നല്ല പൊസിഷൻസ് എടുക്കണമെങ്കിൽ എപ്പോഴും മൾട്ടിപ്പിൾ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുക. ഈ ഒരു പാറ്റേൺ കണ്ടു എന്നുള്ളത് കൊണ്ട് മാത്രം അത് വിചാരിച്ച പോലെ തന്നെ മൂവ് ചെയ്യണമെന്നില്ല. മൾട്ടിപ്പിൾ ഇൻഡിക്കേറ്റേഴ്സ് എപ്പോഴും ഉപയോഗിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ അസൈൻമെന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ചാർട്ട്സ് ഓപ്പൺ ചെയ്തിട്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത പാറ്റേൺസ് എല്ലാം നിങ്ങൾ നോക്കി സ്വയം കണ്ടെത്തുക. അങ്ങനെയാണ് നിങ്ങൾ ശരിക്കും പഠിക്കുക. അപ്പോൾ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. എപ്പോഴത്തെ പോലെയും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് തന്നെ പറയാനുണ്ടെങ്കിലും കമന്റ് ചെയ്യുക. നിങ്ങളുടെ വളരെ ഹാർഷ് ആയിട്ടുള്ള കമന്റ്സ് ഒക്കെ വന്നു തുടങ്ങി. എന്റെ റിപ്ലൈസ് കുറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഡെഫിനറ്റ്ലി റിപ്ലൈസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ പിന്നെയും ആക്റ്റീവ് ആയിട്ടുണ്ട്. Q&A സെഷൻസ് അവിടെ നടത്തുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും അതിന് കൂടി ഭാഗമാവുക. അതുപോലെ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പിനെ കുറേ കൂടി ആക്റ്റീവ് ആക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓരോ ദിവസം മാർക്കറ്റ് അപ്ഡേറ്റ്സ് തരാനും മാർക്കറ്റിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഒരു ദിവസം മാർക്കറ്റ് കഴിയുമ്പോൾ എന്താണ് സംഭവിച്ചത്, ന്യൂസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു അനാലിസിസും ഒക്കെ നടത്താൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ അതുപോലെ അത് ശക്തമായിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയെ മുന്നിലേക്ക് കൊണ്ടുപോകാം. എപ്പോഴും പറയാറുള്ളത് പോലെ കൂടുതൽ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുക, നമ്മുടെ കമ്മ്യൂണിറ്റി സ്ട്രോങ് ആക്കുക. അപ്പോൾ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.